ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഡ്രീം ലാൻഡ് പ്രോപ്പർട്ടീസ് ചെറുപുഴ. പിന്നെ എനിക്ക് 2 സോപ്പ് ക്യൂട്ടി ഉണ്ടല്ലേ? ക്യൂട്ടി ഉണ്ട്. 2 ക്യൂട്ടി സോപ്പ്. സാൻഡലാണോ? ഏതാണ്ട് സാൻഡലാണ് വേണ്ടത്. സാൻഡലാണ്. എത്ര? 2 40 രൂപ. 40 രൂപ. നാലേ അതിന്റെ ഇതങ്ങ് എണ്ണി എടുത്തിട്ട് ഇതിന്റെ ബാക്കി പൈസയും കൂടെ കൊണ്ടതാ. ഇതെന്താണ്? മൊട്ടായി പൈസ ഇടുന്ന് പറഞ്ഞാൽ മിഠായി കച്ചവടം. ഇത് കണ്ട, ഇത് രാജേട്ടൻ എനിക്ക് ഇവിടെ ഓരോ സാധനം മേടിക്കുമ്പോ ചില്ലറയില്ല എന്നും പറഞ്ഞ് രാജേട്ടൻ എനിക്ക് തന്നു വിടുന്ന സാധനങ്ങളായി. അത് ചില്ലറ ഇല്ലാതിരിക്കുമ്പോ 1-2 ഒക്കെ തരും. അതെവിടെ ശരിയാവും? ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിൽ പിള്ളേരില്ല, ഞാൻ കൊണ്ടുപോയിട്ട് തിന്നാൻ പറ്റിയല്ല. ഇത് തിന്നുമ്പോ എനിക്ക് ഷുഗർ കൊളസ്ട്രോളോ ഒക്കെ ഉള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇതുകൊണ്ട് തിന്നുമ്പോ പിന്നെയും കൂടുവായിരുന്നേ. എനിക്ക് ആവശ്യമുള്ള സാധനമല്ലേ എനിക്ക് സുന്ദരോ. ഞാനിത് ചില്ലറയില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതിന് പകരം മുട്ടായി. അപ്പൊ എന്റെ അടുത്ത് പൈസ ഇല്ല, അതിന് പകരം രായട്ടൻ തന്ന സാധനം എനിക്കത് ആവശ്യമില്ലാത്തോണ്ട് അങ്ങോട്ട് തരുന്നു. അതെ ചേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഓരോ സാധനം മേടിക്കുമ്പോഴും ഇത്രയും മുട്ടായി വെച്ചിട്ട് 8ഉം 10ഉം ചിലപ്പോ 8 രൂപ ഉണ്ടാവൂല, ചിലപ്പോ 10 രൂപ ഉണ്ടാവും. ഈ 10 രൂപയുടെ മുട്ടായി ഇയാൾ ഇങ്ങനെ രാജന്റെ അടുത്ത് നമ്മളും സാധനം മേടിക്കുന്നതാണ്, നമുക്ക് ഇത് തന്നുവിടാറുണ്ട്. എനിക്ക് ഷുഗർ ആയതുകൊണ്ട് ഞാനിത് കഴിക്കാറില്ല. പക്ഷെ വഴി കാണുന്ന ഏതെങ്കിലും പിള്ളേർക്കോ ആൾക്കാരും ഒക്കെ കൊടുക്കലാണ്. എന്റെ രാജ, ഒരു കാര്യമുണ്ട്, ചില്ലറ കുറവാണെങ്കിൽ ഇതിന് 2 4 പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞ് ആളെ വിടണം. അല്ലാതെ ഈ മുട്ടായി എന്നും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അലോഗ്യ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കിയ. ഇപ്പൊ ഇയാളിപ്പോ എത്ര രൂപയുടെ സാധനം മേടിച്ചു? 40 രൂപയുടെ സാധനം മേടിച്ചു. ഒരു 40 രൂപയുടെ മുട്ടായി അത് പറ്റില്ല. ബാക്കിയില്ല എന്ന് പറഞ്ഞ ചില്ലറ കൊടുത്തത്. അതെ. നിങ്ങള് ചില്ലറയ്ക്ക് പകരം കൊടുത്തതാണെങ്കിൽ അയാൾക്ക് അത് ആവശ്യമില്ലാത്ത സാധനമാണ് മുട്ടായി. അയാൾ മുട്ടായി ചോദിച്ചു മേടിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ കൊടുത്ത സാധനം നിർബന്ധപൂർവ്വം കൊടുത്തു വിട്ട സാധനം അയാൾ സൂക്ഷിച്ച് വെച്ചിട്ട് തിരിച്ചു കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം അങ്ങോട്ട് കൈപ്പറ്റുക. ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാല് അയാളെ എന്തും അടിച്ചേൽപ്പിക്കാന്നല്ല. ചില്ലറ ഇല്ലെങ്കിൽ ചില്ലറ ബാക്കി തരാനുണ്ട്, 2 രൂപ തരാനുണ്ടെങ്കിൽ 2 രൂപ നിങ്ങൾ പിന്നെ തരാൻ പറയാ. സുന്ദരം, ഒരു കാര്യം ചെയ്യും, എനിക്ക് ഒരു സോപ്പ് തന്നിട്ട് ബാക്കി ഞാൻ മിഠായി അതിന്റെയും ഇത് ഈ സാധനം എല്ലാം നിങ്ങൾ കൊടുത്ത സാധനമാണല്ലോ, ആണ് ഇയാൾക്ക് ആവശ്യമില്ലാത്ത സാധനമാണല്ലോ. ഇയാൾക്ക് ഇപ്പൊ ആവശ്യമുള്ളത് സോപ്പാണ്. പകരം നിങ്ങൾ ഇത് മേടിച്ചേ പറ്റൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, രാജൻ ഈ മിഠായി തിരിച്ചു വാങ്ങുക, എന്നിട്ട് സോപ്പ് കൊടുക്കുക. അങ്ങനെ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. അടുത്ത പ്രാവശ്യം സുന്ദരം വരുമ്പം ബാക്കി മിഠായി കൊടുക്കണ്ട, പൈസയായിട്ട് പിന്നെ തരാന്ന് പറഞ്ഞ് അവിടെ കുറിച്ച് വെക്കുക. അപ്പൊ പ്രശ്നം പരിഹരിക്കാം. ഇവന് ആവശ്യമില്ലാത്ത സാധനം മേടിച്ചിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോ ഒരു 100-150 രൂപയുടെ മുട്ടായി ഉണ്ട്, ഇത് 40 രൂപയുടെ ഉള്ളൂ. എനിക്ക് ബാക്കി പൈസ ഇയാൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സാധനം എനിക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ തരികയോ ചെയ്യാം. അതാണ് ഞാൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഡ്രീം ലാൻഡ് പ്രോപ്പർട്ടീസ് ചെറുപുഴ. ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്ററിനുള്ളിൽ വില്ലാ പ്രൊജക്ടിന് ഉതകുന്ന 27 സെന്റ് ഹൗസ് പ്ലോട്ടും വൈദ്യുതി, ടാർ റോഡ്, ജലലഭ്യതയോടെ വെറും 18 ലക്ഷത്തിന് ഉടൻ വിൽപ്പനയ്ക്ക്. മുനയംകുന്ന് അംഗൻവാടിക്ക് സമീപം 20, 30, 50 സെന്റ് ഹൗസ് പ്ലോട്ടുകൾ ടാർ റോഡ്, വൈദ്യുതി, വെള്ളം സൗകര്യങ്ങളോടെ ഉടൻ വിൽപ്പനയ്ക്ക്. ഫോൺ 9447778901.